നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അന്നമനടയിൽ നടന്നുവരുന്ന കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും ഇതുവരെ പൂർത്തിയാകാത്തതിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പൊടിശല്യം മൂലം കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മാള ഏരിയ സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ഏരിയ സമ്മേളനം. ലഹരി നിർമ്മാർജ്ജനത്തിന് തായ്ക്കൊണ്ടോ പോലുള്ള ആയോധന കലകളുടെ പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് ET ടൈസൺ MLA. ലഹരിയെ തുരത്താം നല്ല നാളേക്കായി എന്ന സന്ദേശവുമായി മൈൻഡ് ഫിറ്റ്നസ് അക്കാദമി. വാർത്തകൾ വിശദമായി. അന്നമനടയിൽ മാസങ്ങളായി നടന്നുവരുന്ന കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും ഇതുവരെ പൂർത്തിയാകാത്തതിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പൊടിശല്യം മൂലം കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ പറയുന്നു. കാന നിർമ്മാണത്തിന്റെ അപാകത മൂലം മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. അന്നമനട ജംഗ്ഷനിൽ 6 മാസത്തോളമായി കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും നടക്കുന്നു. ഇതുവരെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഇതുമൂലം വ്യാപാരികളും കച്ചവടക്കാരുമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന ആക്ഷേപവും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നുണ്ട്. പൊടിശല്യം മൂലം കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ പറയുന്നു. കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കടയിൽ കയറുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ കഴിയാത്ത വിധത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് കാന നിർമ്മാണവും റോഡ് നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വ്യാപാരികളുമായി ചർച്ച ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നത്. റോഡ് ടാറിങ്ങുമായി ബന്ധപ്പെട്ട് അന്നമനട ജംഗ്ഷനിൽ ഉള്ള മരങ്ങൾ മുറിച്ച് ജനങ്ങൾക്കോ വ്യാപാരികൾക്കോ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ സമീപത്തുള്ള കടകളുടെ മുൻപിൽ ഇട്ടിരിക്കുകയാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു. പഞ്ചായത്ത് അധികൃതരോടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോടും എത്രയും പെട്ടെന്ന് മരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കാന നിർമ്മാണത്തിന്റെ അപാകത മൂലം മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അന്നമനട വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, മാള. കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിലാളികളുടെ അവകാശ നയങ്ങൾ ഇല്ലാതാക്കുന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മാള ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സെക്രട്ടറി ഷീല അലക്സ് ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുവന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ പെൻഷൻ 600 രൂപ നമ്മുടെ പെൻഷന് ഏറ്റവും കൂടി വന്നാൽ 600 രൂപയുമായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ പറയും അടുത്ത പൈസ കിട്ടാനായിട്ട് ഞങ്ങൾ എത്ര വർഷമായി പെൻഷൻ എഴുതി കൊടുത്തു, പെൻഷൻ ആയി, ഞങ്ങൾ അടച്ച പൈസ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ കുറച്ച് പേരൊക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ട്. യൂണിയൻ ഏരിയ പ്രസിഡന്റ് CS രഘു അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, CITU ഏരിയ സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, MM നൌഷാദ്, ബാബു, TP ജോണി, CN മല്ലിക, സലീം പള്ളിമുറ്റത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി നിർമ്മാർജ്ജനത്തിന് തൈക്കൊണ്ടോ പോലുള്ള ആയോധന കലകളുടെ പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് ET ടൈസൺ MLA പറഞ്ഞു. ലഹരിയെ തുരത്താം നല്ല നാളേക്കായി എന്ന സന്ദേശവുമായി മൈൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ കീഴിലുള്ള തൈക്കൊണ്ടോ അഴീക്കോട് മുനക്കൽ ടർഫിൽ നടത്തിയ സമ്മർ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊറോണ എന്ന മഹാമാരി കേരളത്തിൽ വന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ശരീരത്തെ കൂടുതൽ ശ്രദ്ധിക്കണം, ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന പുതിയ കാഴ്ചപ്പാട് ഒന്നുകൂടി ശക്തിയായി വളർന്നു വന്നു. നമുക്ക് മറ്റെന്തിനേക്കാളും വലിയ സമ്പത്ത് ആരോഗ്യമാണ്. ഇവിടെയാണെങ്കിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു കാഴ്ചപ്പാട് പൊതുവേ. നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ, ഭാവി തലമുറ അത്തരം കാര്യത്തിന് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എല്ലാ കുട്ടികളും പുതിയ പുതിയ നല്ല മേഖലകൾ ഇപ്പോൾ കണ്ടുപിടിച്ചു തുടങ്ങി. തായ്ക്കൊണ്ടയായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ അവരുടെ ടീമാവുകയാണ്. അവരുടെ രക്ഷകർത്താക്കൾ അതുപോലെ ഇതിനെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളോട് പറയുന്നത് അവർ മറ്റൊന്നിനും ശ്രദ്ധിക്കാതെ മറ്റൊരു വേറെ നമ്മുടെ നാട്ടിൽ നേരത്തെ ഇവിടെ എഴുതിയ പോലെ മയക്കുമരുന്ന്, ലഹരിയൊക്കെ ഉള്ള ഒരുപാട് കാര്യമുണ്ട്.
എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ഡെമോൺസ്ട്രേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് അസിസ്റ്റന്റ് ഓഫീസർ സുധൻ കുട്ടികൾക്ക് സേഫ്റ്റി ക്ലാസ് നൽകി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി.കെ. മുഹമ്മദ്, MES തൃശൂർ ജില്ലാ പ്രസിഡന്റ് പി.കെ. മുഹമ്മദ്, ഷബീർ, അധ്യാപകരായ മീനുവ, അമൽ ഫർഹാൻ എന്നിവർ സംസാരിച്ചു. പട്ടിക വിഭാഗങ്ങൾക്ക് അനുവദിച്ച വിവിധയിനം ഫണ്ടുകൾ വകമാറ്റിയും ലാപ്സാക്കിയും 7 വർഷം കൊണ്ട് 7000 കോടി രൂപ ദുർവിനിയോഗം നടത്തിയതിനാൽ ഈ പ്രവണത തടയുന്നതിന് പാർലമെന്റിൽ പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നും പട്ടിക വിഭാഗ വികസന നയം രൂപീകരിച്ച് നടപ്പിലാക്കണമെന്നും KPMS 54ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ ആവശ്യപ്പെട്ടു. പട്ടികജാതി വിഷയങ്ങൾ ഏറ്റെടുത്ത് നാം സമരം നടത്തണം. അതിൽ ഞാനൊരു സ്വയം വിമർശനമായി അഭിപ്രായം പറഞ്ഞു. നമ്മുടെ സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു താളപ്പിഴ. പട്ടികജാതി വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡും ലംസം ഗ്രാൻറ്റും മുടങ്ങിയതിനെതിരെ നമ്മുടെ എല്ലാ ജില്ലയിലും പട്ടികജാതി വികസന വകുപ്പ് ഓഫീസിന് മുൻപിൽ ധർണ നടത്താൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം എത്ര ആളുകൾ നടത്തി? തിരുവനന്തപുരത്ത് നടത്തിയാണ്. പൊതു സാമൂഹ്യ വിഷയങ്ങൾ സഭ ഏറ്റെടുക്കണമെങ്കിൽ സഭയുടെ സംഘടനാപരമായ അടിത്തറ വിപുലപ്പെടണം. സമ്മേളനത്തിൽ ഡോക്ടർ P.P. ബാവ അധ്യക്ഷത വഹിച്ചു. ശ്രീവില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. ഇന്ന് കൽക്യാവതാരമായിരുന്നു പാരായണ ഭാഗം. വൈകിട്ട് മഹാദേവ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് ശിവപ്രതിഷ്ഠ നടക്കും. भगवान CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വഴിയമ്പലത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം 3 പീടിക ചുറ്റി അറവുശാല ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം KP സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. അമിതമായ ഏതെങ്കിലും നിലയിൽ വിജയിക്കുമ്പോൾ അമിതമായ ആഹ്ലാദ പ്രകടനവും കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതിയല്ല. തോൽവികൾ പഠിക്കുകയും പരിശോധന നടത്തുകയും പിഴവുകൾ പരിഹരിച്ച് തിരിച്ചു വരികയും ചെയ്ത ധാരാളം രാഷ്ട്രീയ സന്ദർഭങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കഴിയും. ലോകമെങ്ങും അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരകൾക്ക് അനുകൂലമായി ഉയർന്നു വരുന്നൊരു കാലം. ലോകമെങ്ങുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികൾ, മൂലധന ശക്തികളുടെ ചൂഷണത്തിനെതിരായ പോരാളികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ആഗ്രഹിക്കുന്ന കാലമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഈ കാലഘട്ടത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അനുഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകമാകെ കാണുകയുണ്ടായി. MD സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് AD സുദർശനൻ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി, അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനടയിൽ നടന്നുവരുന്ന കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും ഇതുവരെ പൂർത്തിയാകാത്തതിൽ വ്യാപാരികൾ ദുരിതത്തിൽ. പൊടിശല്യം മൂലം കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU മാള ഏരിയ സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ഏരിയ സമ്മേളനം. ലഹരി നിർമ്മാർജ്ജനത്തിന് തായ്ക്കൊണ്ടോ പോലുള്ള ആയോധന കലകളുടെ പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് ET ടൈസൺ MLA. ലഹരിയെ തുരത്താം നല്ല നാളേക്കായി എന്ന സന്ദേശവുമായി മൈൻഡ് ഫിറ്റ്നസ് അക്കാദമി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.